ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള സമയത്ത് വീട്ടുകാർ ഒച്ചയും ബഹളം ഉണ്ടാക്കും. നിങ്ങളത് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റി. താങ്ക് യു. അലമാരയിലുണ്ടായിരുന്ന സ്വർണവും കാശും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. 1000 രൂപ ടീപ്പോയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ പോലീസിൽ പറയാനും ഓടി നടക്കാനും ഒക്കെ ഉള്ളതല്ലേ. അതിന് എൻ്റെ ഒരു ചെറിയ സംഭാവന. ഇങ്ങനെ അന്യന്റെ മുതൽ കട്ടെടുക്കാൻ തനിക്കൊന്നും നാണമില്ലടോ. ഇത് അന്യൻ്റെ മുതലാണെന്ന് ഞാൻ കരുതുന്നില്ല. നീ കഴിക്കുന്ന ഓരോ ധാന്യമണിയിലും നിന്റെ നാമം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സ്വർണത്തിലും കാശിലും എൻ്റെ നാമമുണ്ട്. നിങ്ങളത് കൈയടക്കാൻ നോക്കി, ഞാനത് പിടിച്ചെടുത്തു. ഗുഡ് ബൈ. എന്നിട്ട് രണ്ടാൾക്കും കൂടി എന്നെ പിടിക്കാനല്ലേ? സത്യമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഒന്ന് അഴിച്ചു വിടുവോ? നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇദ്ദേഹത്തെങ്കിലും ഒന്ന് അഴിച്ചു വിടൂ. ഇയാളെ ഞാൻ അഴിച്ചു വിട്ടാൽ ഇയാൾ നിങ്ങളെ അഴിച്ചു വിടും. എന്നിട്ട് രണ്ടാളും കൂടി എന്നെ പിടിച്ച് കെട്ടിയിടും. പിന്നെ എന്നെ ആരഴിച്ചു വിടും? അയ്യോ ഇല്ല, ഏത് ദൈവത്തിന് വേണമെങ്കിലും പിടിച്ച് സത്യം ചെയ്യാം. എന്നെ മാത്രം ഒന്ന് അഴിച്ചു വിടുവോ? അതെ, ഇദ്ദേഹത്തെ മാത്രം അഴിച്ചു വിട്ടാ മതി. നിർത്ത്. ഇയാളെ മാത്രം അഴിച്ചു വിടണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? അത് വേറൊന്നുമല്ല, എന്റെ ഭർത്താവ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പൊ വരും. അത് ശരി. അപ്പൊ താൻ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഇങ്ങനെ അന്യന്റെ മുതൽ കട്ടെടുക്കാൻ തനിക്കൊന്നും നാണമില്ലടോ? രമണി. അല്ല, നിങ്ങൾ ഇന്നെന്താ ഇത്രയും വൈകിയത്? കുറച്ച് ദൂരത്തായിരുന്നു രാത്രിയിലത്തെ പണി. ഇതൊക്കെ അകത്ത് വെക്ക്. സ്വർണം വേറെ, കാശ് വേറെ. സൂക്ഷിച്ചു വെക്കണം. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. കുറച്ച് വെള്ളം ചൂടാക്ക്. നല്ല ക്ഷീണം. എന്താ മനുഷ്യ, ഇടിവെല്ലാം കിട്ടിയോ? നല്ല ഫാമിലി ആയിരുന്നു. നീ വെള്ളം ചൂടാക്ക്. അല്ല, മിക്സി എവിടെ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടുത്തെ മിക്സി കേടായി, നല്ല ഒരെണ്ണം കട്ടോണ്ട് വരണോന്ന്. സോറി, സ്വർണം കണ്ടപ്പോ മിക്സിയുടെ കാര്യം മിസ്സായി. സാരമില്ല, കാശുണ്ടല്ലോ, പുതിയൊരെണ്ണം വാങ്ങിക്കോ. ആഹാ, അങ്ങനെ പുതിയ ശീലങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട. നിങ്ങൾ മോഷ്ടിച്ചോണ്ട് വരുന്ന സാധനങ്ങളല്ലേ നമ്മൾ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ. അത് ശരിയാ. എങ്കിൽ ഇന്ന് ആ ഗൾഫുകാരൻ മജീദിന്റെ വീട്ടിലൊന്ന് കയറാം. അയ്യോ വേണ്ട. ആ ദാരാസിംഗിനെ പോലിരിക്കുന്ന മജീദ് ഇന്ന് രാവിലെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടുതൽ സൗകര്യമായി. അതെന്താ? ഭാര്യയും ഭർത്താവും കുറച്ചു കാലത്തിന് ശേഷം കാണുന്നതായതുകൊണ്ട് ബെഡ്റൂമിന് പുറത്ത് ബോംബിട്ടാലും അറിയുകയില്ല. ഈ മനുഷ്യന്റെ ഒരു കാര്യം. അല്ല, നമ്മുടെ പിള്ളേരെവിടെ? അവര് സ്കൂളിൽ പോയി. എന്ത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവരെ സ്കൂളിൽ അയച്ച് ചീത്തയാക്കരുതെന്ന്? അയ്യ, പള്ളിക്കൂടം കാണാത്ത നിങ്ങൾക്കത് പറയാം. നമ്മുടെ മക്കളെ വക്കീൽ ഭാഗം പഠിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വലിയ മന്ത്രിമാരായി ഈ കേരളം ഭരിക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്ന് വെച്ചാ അവരെ നീ എന്നെക്കാളും വലിയ കള്ളന്മാരാക്കാനാണ് ഉദ്ദേശിക്കുന്നതല്ലേ? പിന്നല്ലാതെ. ഇതാണെങ്കിൽ ഡെയിലി പോലീസ് പിടിക്കുവോ എന്ന് പേടിച്ചൊരു ജീവിതം. മറ്റേതാവുമ്പോ പോലീസ് എസ്കോർട്ടിൽ മോഷ്ടിക്കാം, ദുബായിൽ ബിസിനസ് നടത്താം, സ്വിസ് ബാങ്കിൽ അക്കൗണ്ടും തുടങ്ങാം. രാഷ്ട്രീയക്കാർ വല്ലാതെ നുണയും പറയും. അതാ എനിക്ക് അവരെ പിടിക്കാത്തത്. രാഷ്ട്രീയക്കാർ നുണ പറയുമെന്ന് എങ്ങനെ അറിയാം? അത് എളുപ്പ. അവര് ചുണ്ടനക്കുന്നുണ്ടോന്ന് നോക്കിയാ മതി. അറിഞ്ഞോ, നമ്മുടെ ഓമന കൊലക്കേസ് CBI ഏൽപ്പിച്ചു. ആരാ കേസ് അന്വേഷിക്കുന്നറിയോ? ആരാ? CBI ഓഫീസർ സേതുരാമയ്യർ. സേതുരാമയ്യർ അല്ല ബാലേട്ട, ഈ സേതുരാമയ്യരല്ലേ ബാലേട്ടന്റെ കൂടെ പഠിച്ച സേതുരാമയ്യർ? അതെ, ഞാനും സേതുവും 2ാം ക്ലാസ് മുതൽ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഏതുവരെ പഠിച്ചു? 3ാം ക്ലാസ് വരെ. അതിനിടയിൽ 4 വർഷം തോറ്റില്ലേ? ബാലേട്ട, നമുക്ക് എന്തായാലും അയാളെ പോയി കാണണം. സിനിമയിലല്ലാതെ ഞാൻ ഇന്ന് വരെ CBI-ക്കാരെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അത് നടക്കില്ല. ഞാൻ അങ്ങോട്ട് പോയി അവനെ കാണുന്നത് എന്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. അയ്യേ, കട്ടും മോട്ടിച്ച് നടക്കുന്ന നിങ്ങൾക്ക് എന്തോന്ന് സ്റ്റാറ്റസ്? കൂടെ നിന്നെല്ലാം ആസ്വദിക്കുന്ന നീ തന്നെ ഇത് പറയണം. സാരമില്ല, രാമായണം എഴുതിയ വാൽമീകിയും കള്ളനായിരുന്ന കാലത്ത് ഇതുപോലെ ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങളും പോയി രാമായണം എഴുതി മനുഷ്യ. ഒരാൾ എഴുതി കഴിഞ്ഞ രാമായണം ഞാൻ പിന്നെ എഴുതുന്നത് എന്തിന്? എടി, ഒന്ന് മനസ്സിലാക്കിക്കോ, ഇവിടെ ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല. അത് ശരിയാ, ജനിച്ചതിന് ശേഷമാണല്ലോ അക്കാൻ ഇറങ്ങുന്നത്. അതെ, നിങ്ങൾക്ക് സേതുരാമയ്യരെ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ? എടി, അതിന് അയാളിപ്പോ എവിടെ ഉണ്ടെന്ന് ആർക്കറിയാം? CBI-ക്കാരി കൊല നടന്ന ഔസേപ്പച്ചന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നാ കേട്ടത്. ഞാനൊന്ന് പേടിക്കാതിരിക്കണോ ഔസേപ്പച്ച? ഈ ദേവദാസ് ഇവിടെ ഉള്ളപ്പോൾ അവന്മാരൊരു പുല്ലും കാണിക്കത്തില്ല. CBI-ക്ക് എന്താ കൊമ്പുണ്ടോ? താനൊരു 2 എണ്ണം അടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങാൻ നോക്കും. അതെ, ഔസേപ്പച്ചനാണ്. ഇല്ലില്ല, ഇവിടെ വന്നില്ല. അവിടെ ചെന്നെന്ന് പറഞ്ഞ് ആ തോമസ് വിളിച്ചായിരുന്നു.
ഓ ഇനി എന്തൊക്കെ പുലിവാലാണാവോ അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഏ, ആ ശരി ശരി, അവന്മാരെ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ തന്നെ പിന്നെ വിളിക്കാം. വരണം വരണം, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഐ എം സേതുരാമയ്യർ ഫ്രം CBI. ഇത് ഷക്കീലയുടെ പടമല്ലേ? സോറി, ഐഡന്റിറ്റി കാർഡ് മാറിപ്പോയി. ഔസേപ്പച്ചൻ മരിച്ച ദിവസം ഓമൻ എവിടെയായിരുന്നു? സാർ ഔസേപ്പച്ചനല്ല, ഓമനയാണ് മരിച്ചത്. ഓ ചാക്കോ, നോട്ട് ദ പോയിന്റ്. ഈ ഓമൻ എങ്ങനെ മരിച്ചത്? ടെറസിന്റെ മുകളിൽ കാറ്റ് കൊള്ളാൻ നിന്നപ്പോ കാല് തെറ്റി താഴെ വീണ് കാറ്റ് പോയതാണ്. ഓമന മരിച്ച വിവരം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? മരിച്ചതിന് ശേഷമാണ് മരിച്ച വിവരം ഞാൻ അറിഞ്ഞത്. ചാക്കോ, നോട്ട് ദ പോയിന്റ്. മരിച്ച ഓമന ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. മരിച്ച ഓമന എങ്ങനെയാ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്? മരിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഓമന വരുമ്പോൾ തന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് പറയാറുണ്ട്. എന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് അവൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. തന്നെയല്ല, മരിച്ച ഓമനയെ ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. മരിച്ച ഓമനെ എന്തിനാണ് സാർ പിന്നെ ആരെങ്കിലും കൊല്ലുന്നത്? ചാക്കോ, നോട്ട് ദ പോയിന്റ്. മരിച്ച ഓമനയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ്? അയ്യോ സാറേ, കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും അവൾ ആ ടൈപ്പ് അല്ല. ചാക്കോ, നോട്ട് ദ പോയിന്റ്. വിക്രം, ഡമ്മി കൊണ്ടുവരൂ. ചാക്കോ, പേപ്പർ തന്നെ എന്താടോ എഴുതി വെച്ചിരിക്കുന്നത്? നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ് എന്ന് മാത്രമേ ഉള്ളല്ലോ. സാറ് 3 നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞു, അത് 3 ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇഡിയറ്റ്. താങ്ക് യു സാർ. ഇതിനാണ് പറയുന്നത് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്നത്. ഇനി ഇവരായി ഇവരുടെ പാടായി. എടോ ഔസേപ്പച്ച, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അല്ലല്ലേ, ഇതൊക്കെ എന്താ? ഇത് ഓമനയുടെ ഡമ്മി. അപ്പൊ ഇതോ? ഇത് ഈ ഡമ്മിയുടെ ഡമ്മി. ഇതൊക്കെ എന്തിനാ സാറേ? മനസ്സിലായില്ലല്ലേ? ഓമന സ്വയം ചാടി മരിച്ചതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ട് കൊന്നതാണോ എന്നറിയാനുള്ള ഡമ്മി ടെസ്റ്റിനാണ്. അയ്യോ, അതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. അവളെ തള്ളിയിട്ട് കൊന്നതാ. എന്നിട്ട് അതന്വേഷിച്ച പോലീസുകാര്, ദുഷ്ടന്മാര് അത് ആത്മഹത്യയാക്കി മാറ്റിയതാ സാറേ. തള്ളിയിട്ട് കൊന്നതാണെന്ന് തനിക്കെന്താ എത്ര ഉറപ്പ്? തന്റെ തെളിവുണ്ടോ? എന്തിനാ തെളിവ്? കൊന്ന എനിക്കറിയാൻ പാടില്ലേ തള്ളിയിട്ടാ കൊന്നതെന്ന്. ചാക്കോ, ടേക്ക് ഹിം. അയ്യോ, പാപ്പിച്ചേട്ടാ, ചേട്ടനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ ബാല? പാപ്പിച്ചേട്ടൻ സൂക്ഷിച്ച് നടക്കണം, പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതെന്താ? അത് മിനിഞ്ഞാന്ന് ഞാൻ ആ SI യുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ സമയത്ത് അവരെന്നെ കണ്ടു. മുഖംമൂടി വെച്ചിരുന്നത് കൊണ്ട് ആളെ മനസ്സിലായില്ല. SI എന്നോട് ആരടാ എന്ന് ചോദിച്ചു. ഞാൻ പാപ്പിച്ചേട്ടന്റെ പേര് പറഞ്ഞു ഓടിക്കളഞ്ഞു. അതാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. പിന്നെ ഞങ്ങളുടെ ബാലനെ തൊട്ടാൽ ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടില്ല. അതെ അതെ, ഈ ബാലൻ ഞങ്ങളുടെ ദൈവമാണ്. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ബാല, ഞങ്ങളെല്ലാം അറിഞ്ഞു. CBI ഓഫീസർ സേതുരാമയ്യർ സാറും നീയും കൂട്ടുകാരാണല്ലേ? ഒളിച്ചോടിപ്പോയ എന്റെ 2ാമത്തെ മകളെ കണ്ടുപിടിച്ച് തരാൻ അയാളോട് ഒന്ന് പറയണേ ബാല. പിന്നെ ബാല, എന്റെ ആ മാലമോഷണ കേസ് നീ പറഞ്ഞു ഒരു മാങ്ങമോഷണ കേസാക്കി തരണം. നിർത്ത്, നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നടക്കില്ല. ഞാൻ പോകുന്നു. ഇല്ല, ഞങ്ങൾ വീടില്ല. ഞാൻ പോകും. ഞങ്ങൾ വീടില്ല ബാല. വ്യത്യസ്തനാമൊരു കള്ളനാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സേതുരാമയ്യർക്ക് സ്നേഹിതൻ ബാലൻ മോട്ടാക്കൾക്കെന്നുമേ അഭിമാനമാകും. വെറുമൊരു കള്ളനല്ലിവൻ പെരും കള്ളൻ. ബാലൻ ഒരു ലോലൻ, പാതിര നേരം ഇവൻ കാലൻ, അരയിലെ ഗോൾഡും അറിയാതെ യൂരണ ജാലൻ 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 ജാലൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, 16 വർഷമായി തെളിയാതെ കിടന്ന ഓമനക്കൊലക്കേസ് പുല്ലുപോലെ തെളിയിച്ച CBI ഓഫീസർ സേതുരാമയ്യർക്ക് പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മേലുകാവ് LP സ്കൂൾ അങ്കണത്തിൽ വെച്ച് വമ്പിച്ച സ്വീകരണം നൽകുന്നു. എല്ലാവരെയും മേൽഗാവ് LP സ്കൂൾ അങ്കണത്തിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാല, നമുക്കൊന്ന് പോയാലോ? ഞാൻ വരുന്നില്ല. ഞാൻ വന്നിട്ട് കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ. ഒരുപക്ഷെ അവനെന്നെ ഓർമ്മയുണ്ടാവില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാലോ? ഇല്ല, ഞാനില്ല.
പ്രിയപ്പെട്ട നാട്ടുകാരെ, ബഹുമാന്യനായ ശ്രീ സേതുരാമയ്യർക്ക് ആമുഖങ്ങളും വിശേഷണങ്ങളും ആവശ്യമില്ല. എത്രയോ വർഷങ്ങളായി ഭാരതത്തിലുടനീളമുള്ള കുരുക്കഴിയ കേസുകളുടെ കുരുക്കഴിച്ച ആ മഹാപ്രതിമയെ, പ്രതിമയല്ല പ്രതിഭയെ 2 വാക്ക്, പറ്റുമെങ്കിൽ 4-5 വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഞാൻ തെളിയിച്ച കേസുകളില്ല, നിങ്ങളില്ല, ഞാനില്ല. ഈ സ്കൂള് മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു സ്കൂളിലാണ് ചെറുപ്പത്തിൽ ഞാനും പഠിച്ചത്. അന്ന് ഞാൻ ദരിദ്രനായ കോദണ്ഡരാമയ്യരുടെ മകനായിരുന്നു. ഒരു പരിപ്പോടെ വാങ്ങി തിന്നാൻ പോലും കാശില്ലായിരുന്ന എനിക്ക് താങ്ങും തണലുമായ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു, തട്ടാങ്കണ്ടി ബാലൻ. അവൻ എനിക്ക് കളിക്കാൻ ഗോട്ടി തന്നു, കിടക്കാൻ കീറപ്പായ തന്നു, വിശക്കുമ്പോൾ മറ്റേതെങ്കിലും വീടുകളിൽ നിന്ന് മോഷ്ടിച്ച് കഞ്ഞി തന്നു. ഓർക്കുമ്പോൾ കരഞ്ഞു പോവുകയാണ്. 15 വർഷമായി ഞാൻ അവനെ കണ്ടിട്ട്. എന്നെങ്കിലും ഇനി ഒരിക്കൽ കണ്ടുമുട്ടിയാൽ ഇന്നുള്ള എൻ്റെ എല്ലാ സ്വത്തുക്കളും അവന് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പൊന്നു ബാല, നീ എവിടെയാണ്? എന്റെ പൊന്നു സേതു, ഞാനിതാ ഇവിടെയുണ്ട്. ബാല, സേതു, ബാല, നിങ്ങൾക്കറിയോ, സുഹൃത്തുക്കളുടെ ഔദാര്യം ഇഷ്ടപ്പെടുന്നവനല്ല ഇവൻ. അതുകൊണ്ട് ചിലപ്പോൾ ഓടിപ്പോയിക്കളയും. പിടിച്ചോളൂ. ഇല്ല സേതു, ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. സുഹൃത്തുക്കളെ, കഥ പറയുമ്പോൾ സിനിമ കണ്ടപ്പോഴാണ് ആ ഐഡിയ കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നി. കുറെ നാളായി ബാലൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം മീറ്റിങ്ങുകൾ ഉണ്ടാക്കി ഇതേപോലെ ഞാൻ ബാലനെ കുറിച്ച് പറയുമായിരുന്നു. എവിടെയെങ്കിലും വച്ച് ഇവൻ എന്റെ വലയിൽ വീഴുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഇവൻ എനിക്ക് ഒരു പിണ്ണാക്കും മേടിച്ചു തന്നിട്ടില്ല. തേണ്ടി 15 കൊല്ലം മുമ്പ് എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് 20 പവന്റെ മാലയും കെട്ട് നാട് വിട്ടവനവൻ. അന്ന് മുതൽ തേടി നടക്കായിരുന്നു ഞാനിവനെ. നിന്നെ ഞാൻ കൊല്ലൂടാ പന്നി. നടക്കടാ സ്റ്റേഷൻ.